എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ആരാധനയോടെ ഇരിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം ക്ഷണിക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ അടയാളമാണ്. ഇക്കാലങ്ങളിൽ ഈ സമയത്ത് ഓൺലൈനിൽ കർത്താവിൻ്റെ ആരാധന കൂടുന്നവരും ഉടമ്പടിയുടെ ആന്തരികമായ ഓരോ ലോക്കുകൾ അഴിക്കുന്നത് ഈ ആരാധനയിലെ വചന സന്ദേശത്തിലൂടെയാണ്. ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നു, പിന്നെ ദൈവത്തെയാണ് ഏകദൈവമായി ആശ്രയിക്കുന്നത്. അതുപോലെ നിനക്കും ആത്മാവിലെ ആരാധിക്കുമ്പോൾ ആന്തരികമായ സന്തോഷം താനേ വരണതാണ്. നിങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങളൊന്ന് നിങ്ങളിങ്ങനെ മോട്ടിവേറ്റൊക്കെ ചെയ്യും. പക്ഷേ ഡിവൈഡ് ഓഫ് എനി മോട്ടിവേഷൻ ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ആക്ഷൻ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരാതെ തന്നെ അഭിഷേകത്തിൽ നമുക്കിങ്ങനെ ദൈവത്തോട് സ്നേഹം ഇങ്ങനെ പതഞ്ഞ് വരിക. വല്ലാത്ത സ്നേഹം തോന്നുന്ന ഒരു സമയം നിങ്ങൾ എവിടെയായിരിക്കുമോ, അതിന് ഒരു മുട്ടുകുത്താൻ പരുവമുള്ളൊരു സ്ഥലത്താണെങ്കിൽ അപ്പോഴ് മുട്ടുകുത്തണമെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. കാര്യം നമ്മൾ 2-3 കാര്യങ്ങൾ അതിലൂടെ പറയുന്നു. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാമേ, ഞാനൊരു 10 ഇപ്പോൾ ഈ സഭയിൽ വന്നിട്ട് തന്നെ 46 കൊല്ലമായി. 46 കൊല്ലം മുമ്പ് ഞാൻ സെമിനാരിൽ ചേരണം. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ, മെഡിറ്റേഷൻ റൈറ്റുകൾ ഒക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിനെല്ലാം ആൾക്കാർക്കുണ്ടാകുന്ന റിസൾട്ട് വാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു നെറ്റ് ഇഫക്റ്റ് ഉടമ്പടിയിലെ ജനം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ തനി സാന്നിധ്യമാണ്. അത് ആദ്യകാലങ്ങളിൽ ഞാൻ ഓർത്തിരുന്നത് ഇത് ഓരോരുത്തരുടെ ആധ്യാത്മികമായ ഒരു കപ്പാസിറ്റിയുടെ ഭാഗമായിട്ട് ഒറ്റപ്പെട്ട അനുഭവങ്ങളായിട്ട് വരുന്നതാണ് എന്നാണ് എനിക്ക് 2016 മനസ്സിലായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴ് നമുക്കറിയാം, ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും ആരെങ്കിലും തിരിച്ചറിഞ്ഞതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ സാക്ഷ്യം തിരിച്ചറിഞ്ഞതായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായിട്ട് അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ഉടമ്പടി ബേസിക്കായിട്ട് ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ബൈ പേഴ്സണൽ പ്രസൻസ് നമുക്ക് അനുഭവവേദ്യമാക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഉള്ള ഒരു അപേക്ഷ, നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഒന്നുകൂടി പഠിക്കണം എന്നുള്ളതായിരിക്കും. ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിൻ്റെ ഓരോ സബ്മിഷൻസ് വരുമ്പോൾ എല്ലാം നിങ്ങൾ തന്നെ ചോദിക്കണം, എന്തിനാണ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യണത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടി തൈലം തേക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് പറയണത്, അല്ലെങ്കിൽ ഉടമ്പടി ഉപ്പ് തളിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് പറയണത്. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ
ചെയ്വനകള ആണ്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. എന്ത് ചെയ്താലും ഒരു 50% റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങളതിൻ്റെ തിയററ്റിക്കൽ സൈഡ് നോക്കണം. പ്രാക്ടിക്കൽ സൈഡിന് 50 പോയിൻ്റാണ് ഉള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾ ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയുടെ വാതിക്ക് ഇടുന്നു. അപ്പോൾ ബുദ്ധിയുള്ള വിചാരിക്കും, എന്ത് മണ്ടത്തരമാണ് ഈ ശാസ്ത്രീയ യുഗത്തിൽ ബുദ്ധിബോധമില്ലാത്ത മനുഷ്യനെ അന്ധവിശ്വാസം തലയിൽ കയറ്റിയിട്ട് ഓരോ ഭ്രാന്തന്മാരെ കാണിച്ചു കൂട്ടുന്ന കളി കണ്ടില്ലേ എന്ന് ചിലർക്ക് തോന്നാം. പക്ഷെ ആ ഉപ്പ് ഇടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ഉപ്പ് കൊണ്ടുപോയി ലോകം മുഴുവൻ വിതറണമെന്നല്ല ഞാൻ പറയണത്. അറ്റ കൈക്ക് ചില സമയത്ത് വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യണ ഒരു സമയമുണ്ട്. അല്ല, ഇതൊരു സർവ്വസാധാരണമായ ഒരു ആപ്ലിക്കേഷൻ മോഡല്ല. തോന്നുമ്പോൾ ഉപ്പ് വിതറുകയും ഓരോരോ കാര്യം ചെയ്യുക, അത് ബുദ്ധിയും ബോധം ഇല്ലാത്തവർ തന്നെ ചെയ്യണത്. പക്ഷേ ഇത് അറ്റക്കൈ, എൻ്റെ കയ്യിൽ ഇനി വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവരെന്തുകൊണ്ടാണ് അത് ഇടുമ്പോഴെന്താ സംഭവിക്കണത്? നമ്മൾ ആ മേഖല മുഴുവനും ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പൻ. കാര്യം നമ്മളുടെ ഒരു ശക്തി പോയി അവിടെ. അതായത് ഇപ്പോൾ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞ എന്താ, മകളുടെ കാര്യത്തിന് ടീച്ചർ സാക്ഷ്യം പറഞ്ഞ എന്താ, അവർ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി, ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി, എൻ്റെ വാതിക്കേ കൊണ്ടുപോയി, ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ടെന്നാണ് പറഞ്ഞത്. ഉപ്പിടുന്നത് എന്തിനാണ്? അതൊരു മീഡിയമാണ്. എന്താണ് ഇവർ ചെല്ലണത്? തെറ്റിക്കാതെ വിശ്വാസ പ്രമാണം ചെല്ലും എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നമ്മളൊരു പദാർത്ഥം, ഒരു മെറ്റീരിയലാണത്, ഉപ്പായാലും എന്തായാലും ആ മെറ്റീരിയൽ നമ്മൾ സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്ന സംഭവം, പദാർത്ഥം, അത് ചില സമയത്ത് മീഡിയമായിട്ട് വർക്ക് ചെയ്യും. മീഡിയം, ഇപ്പോൾ കുരിശ് പോലും ഒരു മീഡിയമല്ലേ? കർത്താവിന് വേണമെങ്കിൽ പിതാവായ ദൈവത്തിന് മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിരിക്കണമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോലെ. പക്ഷെ ദൈവനീതി അങ്ങനെയല്ല. ദൈവനീതി എക്കാലത്തേക്കുമുള്ള രക്ഷയുടെ ഒരു സമവാക്യവും സൂത്രവാക്യവുമാകുമ്പോൾ ആർക്കെല്ലാം അതിൻ്റെ ഏതെല്ലാം കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അവർക്കെല്ലാം റിട്ടേൺസ് കിട്ടും. നമ്മുടെ വിശ്വാസത്തെ ഒരു വേദപാഠകാല ക്ലാസ്സിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട അതിൻ്റെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ ഹയർ ഗ്രേഡിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ബുദ്ധിപരമായ ചില അപ്രിഹെൻഷൻസ് വേണം. വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ്, അതൊരു ഇൻസ്റ്റാലേഷനാണ്, സ്ഥാപിക്കലാണ്. നമ്മൾ കാശുരൂപം കുഴിച്ചിടുന്നെന്ന് പറയരുത്, അതൊക്കെ ചുമ്മാ ഈ കൂടുതൽക്കാർ പറയണതാണ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഇൻസ്റ്റാലേഷൻ ഓഫ് ദി മെഡൽ. സ്ഥാപിക്കണത് നിനക്ക് സ്വാധീനമില്ലാത്ത സ്ഥലം, നിനക്ക് സ്വാധീനമില്ലാത്ത വിഷയം, അവിടെ പിന്നെ ആർക്കാണ് സ്വാധീനം ഉണ്ടാകണത്? ക്രിസ്തുവിനാണ്. ഉറപ്പല്ലേ? മാനുഷികമായ സ്വാധീനം അസ്തമിക്കുമ്പോൾ പിന്നെ എന്താ മാർഗം? അവിടെ ദൈവസ്വാധീനമേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ റിയലൈസ് ചെയ്യാൻ കാരണം? ക്രിസ്തുവിനെ ആപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ക്രിസ്തുവിനെ ലഭിക്കാൻ, ക്രിസ്തുവിൻ്റെ ശക്തിക്ക് അധീനമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാലേഷൻ പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാമാണ്. മനസ്സിലായില്ലേ? ക്രിസ്തു ഉടമ്പടി റിലേ ചെയ്യണത് കൊളോസ്യസ് 3:11 എന്താണ്? ക്രിസ്തു എപ്പോഴും പറയണുള്ള അച്ഛൻ എന്താണ്? ക്രിസ്തു എല്ലാമാണ്.
പിന്നെന്താണ്? ക്രിസ്തു എല്ലാവരിലേക്കും ആപ്ലിക്കബിളാണ്, എല്ലാവരിലുമാണ്. കൊളോസ്യസ് 3:11. ഇനി ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. ആദിമസഭയിൽ പലതരത്തിൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. നമ്മളൊരു അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണത്. ട്രഡീഷണലാണ്, പക്ഷേ അപ്പോസ്റ്റലിക്. ഞാനെപ്പോഴും നോക്കുന്ന എൻ്റെ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരികയോ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ദൈവത്തോട് ചോദിക്കുകയോ ചെയ്യുമ്പോൾ ഞാനെപ്പോഴും ഈശോയോട് പറയും, ബ്രാൻഡഡ് ആയിരിക്കണം, അപ്പോസ്റ്റലിക് ആയിരിക്കണം എന്ന് പറയും. ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ, അപ്പോസ്റ്റലിക് ആയിരിക്കണം. കാര്യം അപ്പോസ്റ്റലിക് ആകുമ്പോൾ മനുഷ്യൻ്റെ ഇമാജിനേഷൻസ് ഒന്നും ഇല്ലാതെ മനുഷ്യൻ്റെ ഓരോ കാലഘട്ടങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന പ്രത്യേകമായ പദ്ധതി പ്രകാരമുള്ള പുതിയ ട്രഡീഷൻസ് അല്ലാതെ റോ ആയിട്ട് ആദിമസഭ അനുഭവിച്ച പവർ ഓഫ് ദി ലോഡ്, ദൈവത്തിൻ്റെ ശക്തി. അതാണ് നമ്മൾ ഉടമ്പടിയാണെങ്കിലും ഉടമ്പടി ആദിമസഭയ്ക്ക് മുമ്പേ ഉള്ളതാണ് അല്ലേ. മോസസ് എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള പൗരാണികമായ ദൈവിക പദ്ധതിയാണ്. ഈ എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള പൗരാണികമായ ദൈവിക പദ്ധതി വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനമാണ്. 7582 ചില വെബ്സൈറ്റുകൾ പറയും, ചില വെബ്സൈറ്റുകൾ 8552 പറയും. അത്രയും വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. മനുഷ്യൻ്റെ ഈ ഫിസിക്കാലിറ്റി, അതുപോലെ തന്നെ അവൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരവും അവൻ്റെ ആത്മാവും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ വാഗ്ദാനമെന്ന് പറയുന്നത്. അങ്ങനെ 8000-ഓളം വാഗ്ദാനങ്ങൾ ദൈവം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഗ്ദാനമെല്ലാം നമ്മൾക്ക് എന്തിനുള്ളതാണ്? വാഗ്ദാനം നമ്മൾ എന്താ ചെയ്യണത്? വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ക്ലിയർ അല്ലേ? 3 റെലംസിലേക്കാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പോൾ ആണ് ഹീലിംഗ് ഉണ്ടാകണത് ഇല്ലേ. രണ്ടാമത് നമ്മുടെ മനസ്സിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പോൾ ധൈര്യം ഉണ്ടാകും. നമ്മുടെ ആത്മാവിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പോൾ നിത്യജീവൻ ഉണ്ടാകും. ഇങ്ങനെ എല്ലാം ക്രിസ്തുവിൻ ആണ്. നമുക്കറിയാമല്ലോ, സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ 8000 വരുന്ന വാഗ്ദാനങ്ങൾ ഇനി ഒരു 4000 കൊല്ലം മനുഷ്യരാശി മുന്നോട്ട് പോകുകയാണെങ്കിൽ അന്ന് ആവശ്യമായ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അതെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ദൈവം വാഗ്ദാനം തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ കാലഘട്ടത്തിൽ വാഗ്ദാനം തീരുന്നില്ല. ഒരു 4000 കൊല്ലം കൂടി ഹ്യൂമാനിറ്റി സർവൈവ് ചെയ്യുകയാണെങ്കിൽ അന്ന് ഉള്ള ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഞാൻ ചില സമയത്ത് അപ്പോളോയിലൊക്കെ പോയ ആൾക്കാർ അവർ ക്യാപ്സൂൾ കഴിച്ചുകൊണ്ടാണ് പോയത് അല്ലേ. 4 ദിവസത്തെ ഭക്ഷണമായിട്ട് ക്യാപ്സൂൾ കഴിച്ചുകൊണ്ട് പോയി. ബഹിരാകാശ ജീവികൾക്കെല്ലാം ക്യാപ്സൂളെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ക്യാബേജ് മുഴുവൻ തിന്നാൻ പറ്റുമോ? അപ്പം അതെല്ലാം അതിൻ്റെ മിനറൽസ് എല്ലാം എടുത്ത് വൈറ്റമിൻസ് എല്ലാം എടുത്തിട്ട് ആ ക്യാപ്സൂളാക്കിയിട്ട് ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ സംഭവങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മനുഷ്യരാശി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന കിച്ചൺ വരെ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് കാണുന്ന കിച്ചൺ വരെ ഇപ്പോൾ നമ്മുടെ ആദ്യം ഫയർ ഫ്രീ ആയി, പിന്നെ ഗ്യാസ് ഫ്രീ ആയി. ഇപ്പോൾ കിച്ചണിൽ ഗ്യാസൊന്നുമില്ല, വേറെ ഒരു തരം കിച്ചണാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി കിച്ചൺ പോലും വേണ്ടാത്തൊരു കാലം ഉണ്ടാവും. കിച്ചൺ പോലും ആവശ്യമില്ലാത്തൊരു കാലം ഒരു പക്ഷേ 1000 കൊല്ലമോ 500 കൊല്ലമോ കഴിയുമ്പോൾ ഉണ്ടാകും.
ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരാശി മുന്നോട്ട് പോകും തൊട്ട് ആ കാലങ്ങളെല്ലാം നമുക്ക് സമ്മർദ്ദത്തിലാക്കുന്ന വ്യത്യസ്തങ്ങളായ ബേസിക്സുകൾ, നീഡുകൾ, അടിസ്ഥാന ആവശ്യങ്ങൾ, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ബൈബിള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയണത് 1 കൊരിന്ത്യർ 1:20 വായിച്ചോളൂ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. വാഗ്ദാനം നമ്മളെങ്ങനെ പ്രാപിക്കണം? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ. അപ്പം അതിൻ്റെ എല്ലാം ഉണ്ടേ. നിങ്ങളുടെ IELTS-ഉം വസ്തു വിൽപ്പനയും എല്ലാ വിഷയമുണ്ട്, സകലമാണ്. അത് ഓർത്തേക്കണം. മരിയൻ ഉടമ്പടി എന്തുകൊണ്ടാണ് മരിയനാകണതിൻ്റെ കാരണം എന്താണ്? മരിയൻ ഉടമ്പടി സ്വാഭാവികമായിട്ടും ബൈബിളിൽ വാഗ്ദാനം പ്രാപിക്കാനുള്ള ഒരു നടപടിക്രമമാണ്. ബട്ട് വി ആർ ഡൂയിങ് മരിയൻ കവനൻറ്റ്. വൈ? എന്തുകൊണ്ടാണ് മരിയനാകാൻ കാര്യം? മരിയനാകാൻ കാരണം ടൈമാണ് പ്രശ്നം. കാര്യം മനുഷ്യന്മാരുടെ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലം ടൈമാണ്. എപ്പോഴും ടൈം ആൻഡ് പ്ലേസ്. നമുക്ക് സമ്മർദ്ദങ്ങൾ വരാൻ സാധ്യതയുള്ളത്, നമുക്ക് ഗുണമോ ദോഷമോ വരാൻ സാധ്യതയുള്ള 2 എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്ന് ടൈമാണ്, പിന്നെ എന്താണ്, ഒന്ന് സ്പേസ്, ഒന്ന് കാലം വില്ലനാവും അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് 37 വയസ്സായി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് മുടി നിറച്ചു, ഇപ്പോൾ കല്യാണം കഴിച്ചില്ല, എനിക്ക് നോക്കി പെണ്ണ് കിട്ടുമോ എന്നൊക്കെ നിൽക്കുമ്പോൾ കാലമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ അല്ലേ? കാലം വില്ലനായി നിൽക്കും. ഇനി ദൈവം എപ്പോഴും ചിന്തിക്കണം. അതുപോലെ സാഹചര്യം. ഇപ്പം നമ്മുടെ നെടുമ്പാശ്ശേരിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, വിമാനത്താവളത്തോട് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ കള്ളിയും കൊണ്ട് കൊടുത്താണ് ഇപ്പോൾ വിമാനത്തേക്ക് കയറണത്. പണ്ടൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ എയർ സ്യൂട്ടൊക്കെ ഉപയോഗിച്ചാണ് ആൾക്കാർ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആൾക്കാർ പ്രൈവറ്റ് ബസ്സൊക്കെ കണ്ട പോലെ കയറിപ്പോവുകയാണ്. രാജ്യം പിടിക്കുകയാണ്. കേരളം രാജ്യം പിടിക്കുകയാണ്. ഒരിക്കലും ചിന്തിക്കാതിരുന്ന ഇപ്പം ചെറുപ്പക്കാർ പോകുന്നതിൽ പ്രശ്നമില്ല. അതല്ല, ഇപ്പോഴും ചെറുപ്പക്കാരെ വിടുന്നത് എന്താണ്? മാതാപിതാക്കന്മാർക്ക് ഈ സ്ഥലം മടുത്തതുപോലെയാണ്. പല മാതാപിതാക്കന്മാരുടെ ആവേശത്തോടെ മക്കളെ പ്രൊമോട്ട് ചെയ്യണം. എന്തിനാണ്? അവർക്കും പോകാൻ വേണ്ടിയാണ്. അവർക്കൊരു ഷിഫ്റ്റ് ആവശ്യമാണ്. അവരൊരു ഷിഫ്റ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഞാൻ ഒരു തൊഴിലാളി നേതാവ്, കുറേ നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ, ഈ വിഴിഞ്ഞ സമരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോഴേ ഞങ്ങളിടയ്ക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു അമ്മ, ഇന്നലെ ഒരു ഡിസ്കഷനായിരുന്നു ഞാനിപ്പോൾ പറയണം, ഒരമ്മ കൂടാരത്തിൻ്റെ വാതിക്കലിരിക്കുകയാണ്. കൂടാരം എന്ന് പറഞ്ഞത് ഈ ഇപ്പോഴത്തെ അവസ്ഥ കടൽ കയറിപ്പോയി 2 നില വീടുണ്ടായിരുന്ന ആൾക്കാരാണ്. 2 നില വീടുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ തുറമുഖം വന്നതോടുകൂടി അതിൻ്റെ കടലിലോട്ട് ഉള്ള പുലിമുട്ടുകൾ 10-300 മീറ്റർ കെട്ടിയപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എതിരായിട്ട് ബാധിച്ചിട്ട് ഒരു വശത്ത് മണ്ണ് വെക്കുകയും ഒരു വശത്ത് കടൽ തുരന്നെടുക്കുകയും ചെയ്യും. അപ്പോൾ വലത് വശത്ത് എപ്പോഴും തുരപ്പുണ്ടാകും. എന്ത് തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അതെല്ലാം കള്ളത്തരമാണ്. കാര്യം ലോകം മുഴുവൻ അറിയാം. കൊച്ചി തൊട്ടിങ്ങോട്ട് കൊച്ചി തുറമുഖം വെച്ചതിന് ശേഷം തുരന്നത് പുറക്കാട് വരെയാണ് തുരന്നിരിക്കുന്നത്. കടലിലേക്ക് ഇങ്ങനെ കടൽ ചുഴച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെ 2 നില വീട് 2 നില വീട് ഉണ്ടായിരുന്നത് കടലിൽ പോയ ഒരു അമ്മയാണ്.
ഒരു തകര ഷീറ്റ് പോലൊരു സംഭവത്തിൻ്റെ അകത്ത് ബാധിക്കലിരിക്കുകയാണ്. ഞങ്ങൾക്കുണ്ട് മനുഷ്യാവകാശം എന്നും പറഞ്ഞ് ഒരു നീന്തൽ നടത്താൻ വേണ്ടി, കാര്യം ആൾക്കാരുടെ ശ്രദ്ധ പിടിക്കാൻ, കാര്യം അവകാശം കവർന്നെടുക്കുകയും അവകാശം ഇല്ലാതാക്കുകയും ചെയ്ത ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി അമ്മയോട് ചെന്ന് തൊഴിലാളി നേതാവ് ചോദിച്ചു, നീന്താൻ പറ്റുമോ ഞങ്ങൾക്കൊപ്പം എന്ന് പറയും. അപ്പോൾ അവർ നീന്തണവരാണ്, കടലിൽ നീന്തണ സ്ത്രീയാണ്. അപ്പോൾ നീന്താം. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു, മക്കളിവിടെ ഇല്ലേ? ഞങ്ങളല്ല, കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ ചോദിച്ച് മക്കളില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മക്കളെ ഞാൻ രണ്ടുപേരെയും ബ്രിട്ടനിൽ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, രണ്ടുപേരെ ഇംഗ്ലണ്ടിലോട്ട് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തിനു? സ്റ്റഡി വിസയിൽ പോയിരിക്കുകയാണ്. സ്റ്റഡി വിസയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ കാലേ പിടിച്ച്, അമ്മയുടെ കാലേ പിടിച്ച് പറഞ്ഞ്, അമ്മ ഞാൻ പോകത്തില്ല. കാരണം സ്റ്റഡി വിസയിൽ പോയാലുള്ള കുഴപ്പം, ഇനി 10 അതിൻ്റെ കടങ്ങളൊക്കെ പരിഹരിച്ചു, പിന്നെ ഞാനവിടെ ജോലി വാങ്ങിച്ചു, അതിൻ്റെ ലോൺ എടുത്തു, അതടച്ചൊക്കെ വരുമ്പോൾ 20 കൊല്ലമാവും എല്ലാം തീരുമ്പോൾ. അപ്പം എനിക്ക് നാട്ടിൽ വരാൻ അമ്മയുടെ മുഖം കാണാൻ പറ്റത്തില്ല, എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തിരിച്ചു പറയും, മകനെ, എൻ്റെ മുഖം നീ കാണത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങൾ ഇത്രയും നാൾ ആറ്റിക്കുട്ടി ഉണ്ടാക്കിയതാണ് കടൽ കൊണ്ടുപോയത്. അതേസമയം തന്നെ നീ ഇവിടെ നിന്നാലേ, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ മരിക്കുമ്പോൾ 2 ദിവസം നിനക്ക് ദുഃഖം ഉണ്ടാവും. അത് കഴിയുമ്പോൾ നീ ഭക്ഷണം കഴിക്കുക, നിന്റെ കുഞ്ഞുമായിട്ട് ഇവിടെ ജീവിക്കും. പക്ഷെ കടങ്ങൾ ഒരു കാലത്തും മാറത്തില്ല. 2 ദിവസത്തെ ദുഃഖമാണ് നിനക്കുണ്ടാകാൻ പോണത് ഞങ്ങൾ മരിക്കുമ്പോൾ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ. പക്ഷേ എന്താ സംഭവിക്കണത്? നിനക്ക് അതിനുശേഷം ഈ ജന്മം മുഴുവൻ ദുഃഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കണ്ടാലും കണ്ടില്ലേലും നീ പോകണമെന്ന് പറയും. ഒരു സിറ്റുവേഷൻ കണ്ട, തൊട്ടടുക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രസ്താവനകളൊക്കെ ഇറക്കാൻ എളുപ്പമാണ്. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ? അതാണ് അവസ്ഥ. ആ മകൻ കയറിപ്പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പഠനത്തിൻ്റെ വിസാക്കൊക്കെ പോയിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഉള്ള ആൾക്കാരല്ല, ഉള്ളതെല്ലാം കടൽ കൊണ്ടുപോയവരാണ്. അവൻ തിരിച്ച് അമ്മയുടെ മരിപ്പിന് പോലും വരത്തില്ല. അതാണ്. അപ്പോൾ അവർക്കൊക്കെ അവകാശമില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസാണ് മനുഷ്യരാശി ഒരു ഷിഫ്റ്റിംഗ് മോഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ അന്തസ്സോടെയൊക്കെ പറയുമെങ്കിലും ഒരു ഷിഫ്റ്റാണ്, ഒരു ടൈമാണ് ഈ സമയം. അതേസമയം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ചിലർ തിരിച്ചു വരും, ചിലർ വരത്തില്ല. ചിലർ തിരിച്ചു വരും. കാര്യം ഞാൻ എൻ്റെ ഇടവകയിൽ തൈക്കാട്ടുശ്ശേരിയിൽ ഞങ്ങൾ പെരുന്നാളൊക്കെ നടത്തിയിട്ട് അവസാനം എല്ലാവർക്കും വേണ്ടി ഞാനൊരു ഡിന്നർ അറേഞ്ച് ചെയ്തു. അപ്പം ഞങ്ങളെല്ലാവരും പെരുന്നാളിന് സഹായിച്ചവരെയും കൂടെയുള്ള കമ്മിറ്റിക്കാരും അവരുടെ ഭാര്യമാരും മക്കളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ കൂടി അങ്ങനെ ഇരുന്നുകൊണ്ട് പതുക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാനഡയിലുള്ള ഒരു മകൻ അവിടെ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് അവൻ്റെ അപ്പൻ വളരെ പ്രായമുള്ള ആരാണ്, നല്ലൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിപ്പുണ്ട്, അപ്പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനോട് ഇരിപ്പുണ്ട്, മകൻ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പരിപാടി, തിരിച്ച് വരുന്നോണ്ടാ? അപ്പോൾ അവൻ അപ്പനെ പുറകോട്ട് നോക്കി വെച്ച് വരത്തില്ലെന്ന്. എന്തൊക്കെ അപ്പം അറിയണ്ട, വരത്തില്ല, വരാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല. അതായത് നമ്മളുടെ ഇവിടുത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിജീവനം വിഴിഞ്ഞത്ത് മാത്രമല്ല,
കേരളം മുഴുവനും ജീവിത സാഹചര്യം മുഴുവനും ഒത്തിരിയേറെ പേര് വ്യത്യസ്തമായ രീതികളിൽ അതിജീവനത്തിൻ്റെ അവസ്ഥകളിൽ തന്നെയാണ്. കോവിഡ് കഴിഞ്ഞോടുകൂടി കടങ്ങൾ ഇരട്ടിയായില്ലേ അല്ലേ? കോവിഡ് കഴിഞ്ഞോടുകൂടി കടങ്ങൾ ഇരട്ടിയായി. അച്ഛനെന്താ പറഞ്ഞത്? കടം ഇരട്ടിയാകുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ നമ്മളുടെ കടങ്ങൾ പരിഹരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്ര കണ്ട് കടങ്ങളിലായിപ്പോയി. അപ്പോൾ മനുഷ്യൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആശ്രയം വെച്ച ഇടങ്ങളെല്ലാം നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒറ്റക്കാകണ പോലെ തോന്നുന്നതാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യന്മാർ ദൈവത്തോട് ഇങ്ങനെ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണം. എൻ്റെ വിഷയം അതാ. എന്നിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവം എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഒരു പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ എടുക്കുന്നവർ ഇത് ഒരു തരം എന്തെങ്കിലും ഒരു ഗിമിക്കായിട്ട് ചെയ്യരുത്. പല ആൾക്കാർക്കും അബദ്ധം പറ്റുന്നത് അങ്ങനെയാണ്. ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കുറച്ച് ഒപ്പിച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ, കുറച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കുറച്ച് ചെയ്യാതെ അവരൊരു പരീക്ഷണ രീതിയിലാണ് ഈ വിഷയത്തോട് ഇടപെടുന്നത്. എൻ്റെ മക്കളെ, ഈ ഒരു കാലഘട്ടം വളരെ മോശമാണ്. ഈ കാലഘട്ടത്തിൻ്റെ കണ്ണീര് നല്ല ശരിക്കും നമുക്ക് രക്തത്തിന് നിറവുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഉടമ്പടി പരീക്ഷിക്കേണ്ടത്? കിട്ടുമായിരിക്കും, നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പകുതി ചെയ്യത്തില്ല. ചിലപ്പോൾ കുമ്പസാരിക്കാൻ താമസിക്കുന്നു, ചിലർ പ്രേക്ഷിത പ്രവർത്തനം താമസിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കാൻ താമസിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാണ്? പിന്നെ ചിലപ്പോൾ നിങ്ങൾ പുതുക്കുമ്പോൾ ചെയ്യുമായിരിക്കും. വൈ യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ പുതുക്കുമ്പോൾ പിന്നെ കറക്റ്റ് ചെയ്യുമായിരിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യമേ ആയിക്കൂടാ? ഇപ്പോൾ ഒരു സാക്ഷി, ഇപ്പോൾ ഇന്നലെ കേട്ട സാക്ഷി എന്താ? അതായത് അയാളെ മുടിയൊക്കെ വളർത്തി കെട്ടി ഭാര്യയേക്കാൾ കഷ്ടമായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വല്ല കഞ്ചാവ് പാർട്ടിയോ ആയിരിക്കും വിചാരിക്കുന്നു. പക്ഷേ അല്ല, അയാളുടെ സ്റ്റൈലിനനുസരിച്ച് അയാളുടെ ഒരു രീതിയിൽ അത് കെട്ടിവെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വൈഫ് എന്താ പറയണത്? ഹസ്ബൻഡാണ്, നീ ഉടമ്പടി തൈലമെടുത്ത് ഇറങ്ങ്, പത്രം കൊണ്ട് നമുക്ക് പോകാം, എല്ലാ വീട്ടിലും കൊടുക്കാം എന്ന് പറയണത്. അപ്പോൾ അയാളെ കണ്ട നമുക്ക് തോന്നും അയാൾ ഈ മുടിയൊക്കെ ഈ സ്ത്രീകളെപ്പോലെ കെട്ടി ഇങ്ങനെയൊക്കെ ബോബ് ചെയ്ത് വെച്ചിരിക്കണ ഈ ബുദ്ധിജീവിയില്ലേ, അതുപോലെ ഇരിക്കും. പക്ഷേ അയാളാണ് പറയണത്, നീ ഉടമ്പടി തൈലമെടുത്ത് ഇറങ്ങ്, പത്രം കൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വൈഫിനോട് പറഞ്ഞ് അയാളാണ് മോട്ടിവേറ്റ് ചെയ്യണത്. എന്നിട്ട് എല്ലാ വീടുകളിലും കൊണ്ടുവന്ന് ഇവർ കൊടുക്കും. കാര്യത്തിൽ അവർക്ക് ആ മനുഷ്യന് ഉറപ്പാണ്. എന്തിനുറക്കം? ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുമെന്നും അവരുടെ കാര്യത്തിന് അവർക്കതിനുള്ള ത്രാണി ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ദൈവമല്ലാതെ വേറെ മാർഗമില്ലെന്നും അത് ദൈവത്തിന് ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയേക്കാൾ നല്ല പരിഹാര മാർഗ്ഗം ഇല്ലെന്നൊക്കെ ആ മനുഷ്യന് പെട്ടെന്ന് അങ്ങനെ ഓടിത്തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ചെയ്യണത്. അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് അയാളുടെ വൈഫ് സാക്ഷ്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സാക്ഷ്യത്തിൻ്റെത് നൗ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ പ്രസൻസ് ആണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തോരോ ഈ ഉടമ്പടിയിൽ വ്യത്യസ്തമായ മേഖല അനുഭവവേദ്യമാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് അനുഭവവേദ്യമാക്കാൻ പറ്റണില്ല ഉടമ്പടി അല്ലാതെ. ഇവർ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ സ്പീക്കിങ്ങിൻ്റെ സമയം വരും. സ്പീക്കിങ്ങിൻ്റെ സമയം വരുമ്പോൾ ഇവൾ ഈശോ പറയും, ഈശോ സ്പീക്കിങ് എനിക്ക് ഡിസാസ്റ്റേഴ്സ് ആണ്, ദുരന്തമാണ്, നടക്കത്തില്ല എന്നെക്കൊണ്ട്. പക്ഷേ എന്നോട് സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ആൾ കുറച്ച് സൗമ്യനായിരിക്കണം.
അതാണ് എന്താ വെച്ചാൽ അവൾക്ക് ഈശോയുമായിട്ടൊരു ബന്ധമായി, ആധികാരിക ബന്ധം. ആധികാരിക ബന്ധമായതുകൊണ്ട് അധികാരപൂർവ്വം, കാര്യം അവൾ വിശ്വസിക്കണില്ലേ, ഈ വിശ്വാസം നമുക്ക് അധികാരം തരും. അതെപ്പോഴും ഓർക്കണം. ഈ ആൾക്കാർ ഒക്കത്തില്ലേ എന്നൊക്കെ പറയണത് ഇവർക്ക് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണത്. വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവസ്നേഹം വർദ്ധിക്കും, അതേസമയം തന്നെ അധികാരം വർദ്ധിക്കും. അവർ പറയും, ഈശോ എനിക്ക് കുറച്ച് സൗമ്യതയുള്ള ആളെ തന്നെ സ്പീക്ക് ചെയ്യാൻ വേണ്ടി, എനിക്കാണെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉള്ളതാണ്. അപ്പോഴേ എന്നിട്ട് പറഞ്ഞുകൊണ്ടാണ് അവൾ സ്പീക്ക് ചെയ്യാൻ വേണ്ടി ചെമ്പല കയറുമ്പോൾ ആദ്യമേ തന്നെ സ്പീക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവൾ ഇങ്ങനെ ഐസി അടിച്ച പോലെ നിൽക്കും. എന്താ കാര്യം? ഒന്നും വരണില്ല സ്പീക്ക് ചെയ്യാൻ. സെൽഫ് ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞ് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റണില്ല. അപ്പോഴാ മനുഷ്യൻ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തില്ല, വീണ്ടും രണ്ടാമതൊന്നും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ. വിടുന്നത് തപ്പി തടഞ്ഞാൽ പറയണത്. ആ സമയത്ത് ഇത്രയും നേരം പറഞ്ഞ് ഒപ്പിച്ചത് പോയി, റെക്കോർഡ് ഓൺ ചെയ്തിരുന്നു. അപ്പോൾ ഇവൾ വേർത്ത് പോയി, തിരിച്ച് വേർത്ത്. അപ്പോൾ അയാളെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്, കുഴപ്പമില്ല പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ പറഞ്ഞ് ആ ഒരു കണക്കിന് പറഞ്ഞ് അവസാനിപ്പിച്ച് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും. ഈ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഇവൾ പറയണത്, എനിക്കൊരു പേടി തോന്നണില്ല. അതാണ് പ്രശ്നം, അതാണ് വിഷയം. പരീക്ഷ കഴിഞ്ഞ ആൾ പുറത്തിറങ്ങി, പക്ഷേ ഞാൻ തോക്കുമോ എന്നുള്ളത് നേരത്തെയൊക്കെ പേടിയുണ്ടായിരുന്നു. എനിക്കൊരു പേടി തോന്നണില്ല. അതെന്താ കാര്യം? പേടി തോന്നണില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. എന്താണ്? ആന്തരിക അഭിഷേകം നടന്നു. പേടി തോന്നണമെന്നില്ല എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യം വരുമ്പോഴാണ്. ഇപ്പം അമ്മയോട് പറഞ്ഞില്ലേ, അമ്മയോട് ആദ്യമേ പറഞ്ഞില്ലേ, എന്താണ് ഈ പുരുഷനെ അറിയാതെ പ്രഗ്നൻ്റ് ആകുന്ന വളരെ ഒരു ദുരന്തം പിടിച്ച ഒരു വലിയ പ്രോജക്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പം ആദ്യമേ മറിയത്തോട് പറയും, മറിയമേ നീ ഭയപ്പെടേണ്ട. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്കാ 1:30. ലൂക്കാ 1:30 വായിച്ചോളൂ. ദൂതൻ അവളോട് പറഞ്ഞു, ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതായത് മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് മറിയം പിന്നെ ഭയപ്പെട്ടിട്ടില്ല. കാര്യം ഭയപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഇവരൊറ്റക്ക് ധൃതിക്ക് കിലോമീറ്റർ ഒറ്റക്ക് സഞ്ചരിക്കാൻ നമുക്കറിയാൻ പറ്റും. ഭയപ്പെട്ടിട്ടില്ല എന്നാൾ മനസ്സിലായില്ലേ? അമ്മ ഒറ്റക്കല്ലേ പോണത് എലിസബത്തിൻ്റെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്കാ 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഒറ്റക്കാണ് ആൾ പോണത്, തിടുക്കത്തിൽ പോവുകയാണ്. ദാറ്റ് മീൻസ് ഭയമില്ലെന്നർത്ഥം. ഈ ഭയമില്ലെന്ന് വരാൻ കാര്യം എന്താണ്? ആദ്യമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വചനം ദൈവം സല്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? കൃപ നിറഞ്ഞവളെ 1:28 വായിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞിട്ടാണ് മറിയമേ നീ ഭയപ്പെടേണ്ടെന്ന് പറയണത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കൂടെ ഉള്ളത് കൊണ്ടാണ് ഭയമില്ലാത്തത്. യു ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ സ്പീക്കിങ്ങിന് ആൾക്ക് വലിയ ദുരന്തമായി പോയെങ്കിലും റെക്കോർഡ് ഓൺ ചെയ്ത് പിന്നെ അതിപ്പോൾ ഓഫായിപ്പോയി, പിന്നെ ഓൺ ചെയ്ത് പിന്നെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയെങ്കിലും പരീക്ഷ കഴിയുമ്പോൾ ഇവൾ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? എനിക്ക് നല്ല
ധൈര്യമാണ്. പരീക്ഷ തകർന്നെങ്കിലും എനിക്ക് നല്ല ധൈര്യമാണ്. ആ ധൈര്യം എവിടുന്ന് വന്നതാണ്? കർത്താവ് നിൻ്റെ കൂടെ ഉള്ളതിൻ്റെ ഉടമ്പടിയുടെ ഇഫക്റ്റാണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നിങ്ങൾ അതായത് എന്ത് ഡിസാസ്റ്റർസ് ഉണ്ടായാലും, ഇപ്പോൾ കടം, ജപ്തി, അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള കേസ്, അതുപോലെ തന്നെ വിധി, നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികൂല വിധി, അതുപോലെ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന എന്ത് സാഹചര്യം ഉണ്ടായാലും എൻ്റെ സഹോദരങ്ങൾ, ആ സാഹചര്യത്തെ അല്ല നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. എന്താ നീ ചെയ്യേണ്ടത്? എന്തും സംഭവിക്കട്ടെ, പക്ഷേ ഒരു കാര്യമുണ്ട്, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ ഒന്നാണത്. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് പറഞ്ഞില്ലേ? സകല വാഗ്ദാനങ്ങളും ക്രിസ്തു അതെന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു വാഗ്ദാനം, ഒരു പ്രിൻസിപ്പൽ വാഗ്ദാനമുണ്ട്. എന്താണ് അത്? ജോഷുവ 1:9, ഉൽപ്പത്തി പുറപ്പാട് 33:14. എന്താണ്? ഉടമ്പടി പ്രകാരം പുറപ്പാട് 33:14 എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അതുപോലെ തന്നെ ജോഷുവയോട് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 1:9. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻസ് എന്താ? കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ ആൾക്കാരുടെ അവിടെയാണ്. അപ്പോഴും ഈ 9 പറയും ശക്തനും ധീരനുമായിരിക്കാം. കാര്യം അവിടെയുള്ള അനാർക്കിൻ്റെ ഗുണ്ടകൾ രാക്ഷസന്മാരാണ്. അവരുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ വിട്ടിൽ പോലെയാണ് നിൽക്കണമെന്നാണ് ഇവർ പറയണത്. അവർക്കും അങ്ങനെ തന്നെ തോന്നിയെന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ മുമ്പിലുള്ള കടങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള രോഗം, അതെല്ലാം നമ്മളെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴും ആ ഒരു സിറ്റുവേഷനിലാണ് ദൈവം നിനക്ക് വാഗ്ദാനം തരുന്നത്, ശക്തനും ധീരനുമായിരിക്കുക. ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള പ്രാർത്ഥനാ രീതികളിലെ ദൈവ സാന്നിധ്യം വ്യത്യസ്തമായ മേഖലകളിൽ, പ്രത്യേകിച്ച് ഭൗതികമായ മേഖലകളിലെ ഇതുപോലെ വെളിവാക്കുന്ന വേറൊരു പ്രാർത്ഥനാ രീതികളില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം കൊടുത്തിരിക്കുന്നതാണ്, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ കൂടെ ദൈവം വരുന്നതിന് വേണ്ടിയാണ് നമ്മളെന്ത് ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യുന്നത്. മനസ്സിലായ? ചൊല്ലണതല്ല, ചെയ്യുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക്? അങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സാങ്കേതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഉടമ്പടി ചിലർക്ക് പകുതിയേ ഭരിക്കത്തുള്ളൂ, ചിലത് പകുതി ഭരിക്കത്തില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ അത് സാങ്കേതികമായിട്ടാണ് ചെയ്യണത്. എന്താ സാങ്കേതികം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ രോഗികൾക്ക് സഹായം കൊടുക്കാൻ പറയും. അപ്പോൾ ഉടമ്പടി എടുത്താണ് രോഗികൾക്ക് കൊണ്ട് സഹായം കൊടുക്കുക. എന്നാൽ 10, 50, 100 കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തിട്ട് പോരും. ഇത് സാങ്കേതികമാണ്, ഇത് വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നമുണ്ട്. കാര്യം ഒരു രോഗിയെ കാണുമ്പോൾ ഈശോ പറയും, ഞാനൊരു ആന്ധ്രക്കാരനെ കണ്ട് അല്ലെങ്കിൽ ബംഗാളിയെ കണ്ട് എന്നല്ല പറയണത്. എന്താണ്? അത് ആരായാലും ഞാൻ രോഗിയായിരുന്നു എന്നാ പ്രശ്നം. പിടികിട്ടിയ? ഞാൻ രോഗിയായിരുന്നു. ഇപ്പം 25 വായിച്ച്. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതാണ് പ്രശ്നം. നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നുണ്ട്, സമ്മതിച്ചു. ഇവിടെയും കൊണ്ട് ഒരു ലോഡ് കണക്ക് വസ്തുരിപ്പുണ്ട്.
നമ്മൾ ഒരു ആംബുലൻസ് എടുത്തിട്ടിരിക്കുക. എന്തിനാണ്? ഈ ആംബുലൻസിൽ കയറ്റി വസ്ത്രമെല്ലാം ഓരോ രോഗികൾക്ക് കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും, ആശുപത്രിയിലും പോകും. അപ്പം അതിനൊക്കെ പ്രേക്ഷിതരുണ്ടെങ്കിൽ, മനസ്സുള്ളവരുണ്ടെങ്കിൽ 2-ാം ചൊവ്വാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആംബുലൻസും തരാം, അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള സ്ഥലവും പറഞ്ഞു തരാം, കൊടുക്കാനുള്ള മാർഗം തരാം. നിങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്ത ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പക്ഷേ അത് സാങ്കേതികമായി നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നില്ലേ, കണ്ണില്ലാത്തവർ കണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ. ലയൺസ് ക്ലബ്ബുകാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ആൾക്കാരെ വരെ വണ്ടി ഇടിക്കുക വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാർ പിരിവെടുത്തിട്ട് അവർക്ക് കൊടുക്കും അല്ലേ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൻ പുറത്ത് നടക്കുന്നു. പക്ഷേ ഇതൊക്കെ സാങ്കേതികമായിട്ട് ആർക്കും, മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആർക്കും ചെയ്യാം. ഇതൊന്നും കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. അതാ മനസ്സിലാക്കണം. ചിലപ്പോൾ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അത് രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിന് അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം, അതിൻ്റെ കാര്യം നിങ്ങളത് സാങ്കേതികമായി ചെയ്തുകൊണ്ടാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ആ രോഗിയെ കാണുമ്പോൾ ക്രിസ്തുവാണെന്നുള്ള ബോധത്തിലാണ് നിങ്ങളത് സ്നേഹത്തോടെ ചെയ്യണം. അതാണ് പ്രശ്നം. ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ചെയ്താൽ പോരാ. കാര്യം അവിടെ വരേണ്ട 2 ഇതുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. അപ്പം നമ്മൾക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ 2 തിമോത്തി 1:14, അതായത് കർത്താവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. Just read it. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അപ്പൊ കർത്താവിന്റെ കൃപ നമുക്കറിയാവില്ല. വി ആർ നോട്ട് റിലേ അപ്പോൺ ദി ബ്ലെസ്സിങ്സ്. ഈ ഉടമ്പടിയുടെ പ്രശ്നം ഉടമ്പടി കൃപയിലാണ് ലക്ഷ്യം വെക്കുന്നത്. അത് കൃപയുടെ ഇഫക്റ്റായ ബ്ലെസ്സിങ്സിലല്ല. അപ്പം കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? സ്നേഹം വേണം, വിശ്വാസം വേണം. ആരോട് വേണം? കർത്താവിനോട്, ക്രിസ്തുവിനോട്. അതാണ് 2 തിമോത്തി 1:14 എന്ന് പറഞ്ഞ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം. നമ്മൾ അങ്ങോട്ട് വിശ്വാസവും സ്നേഹവും കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് എന്താ വരണത്? കൃപ വരും. അതാണ് അതിൻ്റെ ഒരു ബയലാറ്ററായിട്ടുള്ള ഒരു കറണ്ട്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കണത്. എന്താ? സ്നേഹവും വിശ്വാസവും. ഇപ്പോൾ ദൈവം നമുക്ക് തിരിച്ചു തന്നെ എന്താ? കൃപ. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓഫ് ഗോഡാണ്. ഇപ്പം പൗലോസ് അപ്പോസ്തലന് അപസ്മാരമോ അൾസറോ എന്തോ ഒരു ഗുരുതരമായ രോഗമാണ്. അപ്പം ആ മനുഷ്യൻ കർത്താവിൻ്റെ ദിവസം കണ്ണീരിടുമ്പോൾ, രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സൗഖ്യം കൊടുക്കാനല്ല. കാര്യം പൗലോസിന് സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ. 10,000 മനുഷ്യരുടെ ആത്മരക്ഷ വീണ്ടെടുക്കാൻ വേണ്ടി പൗലോസിന് വേണ്ടത് എന്താണ്? പവർ ഓഫ് ഗോഡ്, കൃപയാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ദൈവം പറയും, നീ സൗഖ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഞാൻ ഗ്രേസാണ് നിനക്ക് തരുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും അത് മതിയായതാണ്. അതാണ് മതിയാകുമെന്ന് പറഞ്ഞത്. നിനക്കെൻ്റെ കൃപ
മതിയാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അല്ലേ? മനുഷ്യന്മാർക്ക് കുറേ തരം ശക്തിയുണ്ടല്ലോ, പലതരത്തിൽ. പാർട്ടിയുടെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, പറമ്പിൻ്റെ ശക്തിയുണ്ട് അല്ലേ, പൊന്നിൻ്റെ ശക്തിയുണ്ട്, പണത്തിൻ്റെ ശക്തിയുണ്ട്, മൊത്തം ശക്തിയാണ്. അപ്പോൾ പക്ഷേ ബൈബിൾ എപ്പോഴും പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. അതാണ് പ്രശ്നം. ഈ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു മോഡെന്ന് പറയുന്നത് എന്താണ്? ബലഹീനതയിലാണ്. അതുകൊണ്ട് എന്ത് പറയും? പൗലോസ് പറയും, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പം മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, നിനക്ക് എൻ്റെ കൃപ മതിയെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ ശക്തി ഇപ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഒരു റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ആണ്, അത് കിട്ടും എന്ന് എല്ലാ കൂട്ടുകാരെല്ലാം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കണ ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായെന്ന്. അപ്പോൾ നമ്മൾ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ബലഹീനമായി പോകും അല്ലേ? ഭക്ഷണം കഴിക്കത്തില്ല, ആൾക്കാരോട് മിണ്ടത്തില്ല, വിഷം കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭക്ഷണത്തിന് കൂടെ മേടിച്ച് കടിച്ചു വിടും, ഇത് ജീവിച്ചിട്ട് എന്തിനാണ് എന്ന് അങ്ങനെ ചിന്തിച്ച് ആൾക്കാർ ചിന്തിച്ച് ഡൗൺ ആയി പോകും. പക്ഷേ ഇവിടെയാണ് പറയണത് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? കാര്യം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ് ഓർമ്മിച്ച് തരണത്. എന്താ കാര്യം? നമ്മളിതിനെ തരണം ചെയ്യും. കാര്യം നിനക്ക് ഈ ജോലി മാത്രമാണ് നീ ഉദ്ദേശിച്ചത്, നീ സർവൈവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചത്. എൻ്റെ കയ്യിൽ എവർസോബിനി വഴികളുണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി. അപ്പം നീ ഒരു സ്ഥലത്ത് നിനക്ക് ഒരു കല്യാണം പോയി അല്ലെങ്കിൽ ഒരു കൊച്ചബോർഷനായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ആകാശം ഇടിഞ്ഞ് വിടുന്ന പറഞ്ഞ് മോങ്ങി നടക്കേണ്ട കാര്യമില്ല. ഞാനാണ് നിന്നെ ശക്തനാക്കുന്ന ദൈവം. അത് നമുക്ക് ദൈവാരൂപി ഉണ്ടെങ്കിൽ ദൈവാരൂപി ഉടനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ഇതൊക്കെ സാധാരണ ഇപ്പം കഴിഞ്ഞ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലാവസ്ഥകളുണ്ടാകും. അപ്പം കർത്താവ് പറയും, നീ കാലാവസ്ഥകളെ ഒത്തിരിയേറെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കരുതെന്ന് പറയും. കർത്താവിൻ്റെ രീതി അതാണ്. ഇപ്പം 34 അല്ലേ, 24-32 എടുത്തേ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ പഠിക്കേണ്ടത്? അത്തിമരത്തിൽ നിന്ന് അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത? എന്താണ്? അത്തിമരത്തിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ പഠിക്കാനുള്ളത്? അതിൻ്റെ കൊമ്പുകൾ ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വന്ന് നിങ്ങൾ പറയുന്നു. പമ്പഴത്തിൻ്റെ കൊമ്പ്, റബ്ബറിൻ്റെ കൊമ്പൊക്കെ ചില ഷെഡ് ഔട്ട് ആവും. ഈ ഷെഡ് ഔട്ടിങ് നമുക്ക് മാത്രമല്ല, മനുഷ്യന്മാർക്കുണ്ട്. ഇപ്പം വിചാരിച്ച് ജോലി കിട്ടണില്ല, 4 കൊല്ലമായി പ്രഗ്നൻ്റ് ആയിട്ടില്ല, ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പ്രഗ്നൻ്റായി, പക്ഷേ കൊച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അബോർട്ടായി പോയി. ഷെഡ് ഔട്ടാണ് ഇല കൂടി. എന്നിട്ട് ഈശോ എന്താ ചെയ്യണം? ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ഈശോ പറഞ്ഞത്, നിങ്ങളീ നഷ്ടപ്പെടുന്ന കൊഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യരുത്. അതാണ് സംഭവം. നിങ്ങളതും പറഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കണേ. പിന്നെ പ്രാർത്ഥനയും ഇല്ല, വീട്ടിൽ ഭക്ഷണവും ഇല്ല, ആരോടും താല്പര്യവും ഇല്ല, നാട്ടുകാരെ കാണുമ്പോൾ ഒളിച്ച് താമസിക്കുന്നു, ബന്ധുക്കളെ കാണുമ്പോൾ ഫോൺ എടുക്കണില്ല. എന്തിനീ പരിപാടി നടക്കണേ? ഈ ഷുഡ് നോട്ട് അഡ്രസ് ദാറ്റ്. അതാണ് 24-32 എന്താ പറയണത്? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. എന്താണ് പഠിക്കേണ്ടത്? അതിൻ്റെ കൊമ്പുകൾ ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്താണ് ഈശോ വിട്ടുകളഞ്ഞത്? അതിൻ്റെ അകത്ത് വിട്ടുകളഞ്ഞൊരു കാര്യം,
ഇല കൊഴിയാതെ എങ്ങനെയാണ് തളർക്കണത്? പിടിയിട്ടില്ലേ? ഏത് മരമായാലും ഈ ചെറിയ നമ്പുകൾ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അത് ഇല കൊഴിഞ്ഞു പോകും. ഈശോ പറഞ്ഞ ഇല കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് പറയണത്. കാര്യം അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഇലകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട്, പുതിയ കൃപ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ഭൗതിക സാഹചര്യങ്ങൾ മാറിയെന്ന് വരാം. യു ഗോട്ട് ദ പോയിൻറ്റ്? മനസ്സിലായില്ലേ? പുതിയ സാഹചര്യങ്ങൾ വരുന്നു, പുതിയ കൃപ വരാൻ പോകുന്നു. അതിൻ്റെ അടയാളമായിട്ട് ദൈവിക പദ്ധതി. ഇപ്പം നിൻ്റെ പദ്ധതിക്കല്ലേ നീ പറഞ്ഞു, അയ്യോ ആ ഒരു ജോലി കിട്ടിയില്ലപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പം ഇനിയിപ്പോൾ എൻ്റെ മറ്റുള്ളവരെല്ലാം എൻ്റെ മേക്കെട്ട് കയറുമല്ലോ. എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ ചിലവിനൊക്കെ വേറെ ആൾക്കാരോട് ആശ്രയിക്കണത് ഐ കാണ്ട് ബെയർ. ഞാൻ വേണ്ടി ചത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് നീ അടുക്കളയിരുന്ന് അമ്മയുടെയൊക്കെ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. ഒരു കഥയുമില്ല. നിങ്ങൾക്ക് ഡയലോഗും എല്ലാം പറയാണ്ടെങ്കിൽ ഇവിടെ പറയണം. ഇവിടെയാണ് നിങ്ങൾ ഡയലോഗ് പറയേണ്ടത്. നീ പറയണ ഡയലോഗൊക്കെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും ചാകും, അപ്പനും ചാകും, എല്ലാം ചാകും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും നീ പൂർണ്ണമായിട്ടും ദൈവത്തിൽ തന്നെ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് നീ നടക്കേണ്ട വഴി. എത്ര സാക്ഷ്യങ്ങളുണ്ടങ്ങനെ, എത്ര സാക്ഷ്യങ്ങളുണ്ടങ്ങനെ. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് വന്നില്ലേ? ഇപ്പം കേട്ട സാക്ഷ്യമില്ലേ? എൻ്റെ ഭർത്താവാണ് എന്നോട് പറഞ്ഞത്, എടി ഉടമ്പടിത്തേലെടുത്തിന് ഇറങ്ങിക്കേ, നമുക്ക് പത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് റിസൾട്ട് വരുമ്പോൾ കർത്താവ് എൻ്റെ ലൈഫ് മൊത്തം ഡാർക്കാവുകയാണല്ലോ. ഇവിടെ ഭയങ്കര കോമഡി ആയിട്ട് അതൊക്കെ പറഞ്ഞിരിക്കണത്. കാര്യം ഡാർക്ക് ചെയ്യണമല്ലോ. ഡാർക്ക് ചെയ്യുമ്പോൾ തെറ്റാണോ ശരിയാണെന്ന് അറിയത്തില്ലാതെ ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തരം നമ്മൾ ഡാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് തന്നെ ഉത്തരം കമ്പ്യൂട്ടറായാലും നമ്മുടെ പേപ്പറിലായാലും നമ്മളത് കറുപ്പിക്കണ്ടേ? ഡാർക്ക് ചെയ്യണം. അപ്പോഴും ഇവർക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് ഇവർക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഈശോ എന്ന് പറഞ്ഞ് ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയോട് പറയും, ഈശോ നീയാണ് ആകപ്പാടൊരു ലൈറ്റ്, എനിക്ക് ഉത്തരവൊന്നും അറിയാൻ പാടില്ല. ഞാൻ നിന്നെ വിളിച്ചാണ് ഇതെല്ലാം ഡാർക്കാകണത്. എൻ്റെ ജീവിതം നീ ഇല്ലെങ്കിൽ ഇത് ഡാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇമാജിനറി ഡയലോഗൊക്കെ ഈശോയോട് പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഈശോയുടെ സ്നേഹമുണ്ട്. അതാണ് വിഷയം. ഒരു ബുദ്ധിബോധവും ഇല്ലാതെ കിട്ടണതിന് ഡാർക്കാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈശോയുടെ ഡയലോഗിന് പഞ്ഞമൊന്നുമില്ല. ഓരോ മനുഷ്യൻ സർവൈവ് ചെയ്യണ രീതികൾ നോക്കണം. പക്ഷേ എന്താ കണ്ണും പൂട്ടി കണ്ണ് കാണാൻ പാടില്ലാതെ ഡാർക്കാണോ വൈറ്റാണെന്ന് അറിയാൻ പാടില്ല, ഉത്തരം ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ പാടില്ലാതെ യേശുക്രിസ്തു മാത്രം ശരിയെന്നും പറഞ്ഞ് ഡാർക്ക് ചെയ്ത് വിടുകയില്ല ഈ സംഭവം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എങ്ങനെ അടിപൊളി റിസൾട്ടല്ലേ വരുന്നത്? എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒരു രീതി കണ്ട പലതും എന്താ സംഭവിച്ചാൽ ഇപ്പം ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യമെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഞാൻ ആ ഉപദേശം ഉടനെ പിടിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള വല്ലാത്ത ഉപദേശം കൊടുത്ത് ജനങ്ങളെ വശകേടാക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എല്ലാ കാര്യവും കർത്താവ് ചെയ്യുമെന്നാണ് അവർ പറയണത്. നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ രീതി എന്ന് പറയണത് നമ്മൾ പരമാവധി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് നൽകുന്ന കഠിനാധ്വാനം കൊണ്ട് നീ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഡാർക്ക് അടിച്ച് പോയെന്നൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് വൈറ്റായി കർത്താവളെ അനുഗ്രഹിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവളും ഭർത്താവും കൂടി 3 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഇപ്പോൾ പറയണേ ഇപ്പം ഞങ്ങൾ 5:30 ചെല്ലണം. കാര്യം പരീക്ഷ കഴിഞ്ഞല്ല എന്ന്. പരീക്ഷ കഴിഞ്ഞപ്പോൾ 5:30 ചെല്ലണത്. പക്ഷേ അതൊക്കെ മുമ്പ്
ഞങ്ങൾ 3 നിരക്ക് രണ്ടുപേരും കൂടി പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയും കൂടി വന്ന് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും. എന്നിട്ടിരുന്ന് പഠിക്കും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് 4:30 എഴുന്നേറ്റ് വരും. 5 വയസ്സിലെ കൊച്ചുണ്ട്. കുഞ്ഞ് എപ്പോൾ നോക്കാലും അപ്പനും അമ്മയും ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ നിൽക്കണം കാണാം. അവർ കൈ പിടിച്ചുകൊണ്ട് നിൽക്കണമല്ലേ. 5 വയസ്സുകാരത്ത് എപ്പോൾ എഴുന്നേറ്റാലും എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പനും അമ്മയും ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ കുഞ്ഞും ഇപ്പോൾ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ശരിക്കും അധ്വാനിക്കുകയും ചെയ്യും, അതേസമയം ചിലപ്പോൾ കയ്യിൽ നിന്നും പോകും. എൻ്റെ മക്കളെ, നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷം കയ്യിൽ നിന്ന് പോകണേ കർത്താവ് പിടിച്ചോളൂ. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കൈയും കെട്ടിയിരുന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിലക്ക് ധാരണയുണ്ട്. അങ്ങനെയല്ല, ആ ധാരണ അങ്ങനെയല്ല. ബിബിൻ്റെ സാക്ഷ്യം തന്നെ. ബിബിൻ രാത്രി മുഴുവൻ പഠിച്ചേച്ചുമാണ് വെളുപ്പിനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, പകല് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. അപ്പം ആദ്യം നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം. പഠിപ്പെങ്കിൽ പഠിപ്പ്, പരിശീലനമെങ്കിൽ പരിശീലനം. നമ്മൾ ചെയ്യാനുള്ളത് വൃത്തിമേനയായിട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് ചിലപ്പോൾ കരകയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ചിലർക്കുണ്ടല്ലോ, അച്ഛാ ഈ ജന്മം ഞാൻ ജോലി എടുത്താൽ പോലും എൻ്റെ വീട്ടിലെ കടം വീട്ടാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് എന്താണ് അവർ ഈ ജന്മം അവർ തന്നെ അവർക്ക് ജോലി കിട്ടി ജോലി എടുത്താൽ പോലും അതിൻ്റെ ശമ്പളം പെൻഷനും കിട്ടിയാൽ പോലും അവരുടെ കടങ്ങൾ തീരത്തില്ല. അപ്പോഴെന്താ പ്രശ്നം? ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. പല കാര്യങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ രീതി നിൻ്റെ ബുദ്ധി നിൻ്റെ ഓർമ്മശക്തിക്കും ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഈ ടെസ്റ്റുകൾ എഴുതാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത് എഴുതണ്ട എന്നല്ല എൻ്റെ അർത്ഥം. നീ ചെയ്യാൻ പറ്റുന്ന അത്രയും നീ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് ബാക്കിയുള്ള നമുക്ക് ചെയ്യാവുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്ത് ദൈവത്തിനെ വിളിച്ച് ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾക്കെല്ലാം നമ്മൾ യോഗ്യരാകണത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് വാഗ്ദാനങ്ങൾക്കെല്ലാം പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും, വാഗ്ദാനങ്ങൾക്കെല്ലാം യോഗ്യമാകാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ള എല്ലാം വൃത്തിമേനായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ദൈവത്തിനെ വിളിച്ചാൽ മതിയോ? ദൈവികമായ കാര്യങ്ങൾ ചെയ്താൽ മതിയോ? അങ്ങനെ പിന്നെ മരിയൻ എന്ന് പറയുന്നത് എന്തിനാണ്? പിന്നെ മറിയത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അമ്മയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ ചെയ്യാനുള്ള എല്ലാം കഷ്ടപ്പെട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ പോരെ. അമ്മയുടെ മാധ്യസ്ഥം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? വി ആർ ഡൂയിങ് മരിയൻ കവനൻറ്റ് ഹിയർ നോ? എന്തുകൊണ്ടാണ് അമ്മയെ റിലേ ചെയ്യാൻ കാര്യം? എന്തുകൊണ്ടാണ്? പിന്നെ റിലേ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്ന് ചെയ്തേക്കാവുന്നതല്ല. അപ്പോൾ പുണ്യാളന്മാരല്ലെങ്കിൽ അമ്മയെ റിലേ ചെയ്യാം എന്ന് അല്ല വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ സെമ്പോളിനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ സഭ എത്രയോ മുമ്പോട്ട് പോകുന്നു. പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ചോദിക്കും, പൗലോസ് അപ്പോസ്തലന് അബദ്ധം പറ്റിയത് അച്ഛൻ പറയണ? അങ്ങനെയൊക്കെ പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഉണ്ടായി. ഞാൻ നമ്മുടെ സെക്യൂന ടി വിയിലില്ലേ, അപ്പോൾ അവരെന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. ഇപ്പം ഞാൻ തലേദിവസം ഈ ഭയങ്കര ട്രാഫിക്കായ കാരണം ഞാൻ തലേദിവസം രാത്രി പോയി അവിടെ താമസിക്കുകയും അവിടെ താമസിച്ച് വെളുപ്പിനെ ഒരു 4:30 എഴുന്നേറ്റ് കാണാം. 4:30 എഴുന്നേറ്റപ്പോൾ ഫസ്റ്റ് പ്രെയറിൽ കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ്, പൗലോസ് അപ്പോസ്തലന് ഏഷ്യയിൽ കാലുകുത്താൻ ഒത്തില്ലെന്നാണ്. ഏഷ്യ
എന്ന് പറയുന്ന ഇന്ത്യയും അതുപോലെ അഫ്ഗാനിസ്ഥാനും ചൈനയും ജപ്പാനും ഉള്ള ഇത്രയും സ്ഥലങ്ങൾ പൗലോസ് അപ്പോസ്തലന് ഭയങ്കര പീഡനങ്ങളുണ്ടായ സ്ഥലങ്ങളാണ്. അവിടെ കാല് കുത്താൻ അടഞ്ഞുപോയി. അത് ഞാൻ വെളുപ്പിനെ സെക്കിനായിൽ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് ഇതാ കിട്ടിയത്. അപ്പം ഞാൻ എടുത്ത് എന്താണ് ഈ ഏഷ്യയിൽ പൗലോസ് അപ്പോസ്തലന് വാതിലടച്ചെന്ന് എന്തിനാണ് ഇപ്പം ഈശോ എന്നോട് പറയണത്? എൻ്റെ ആ വചനം ഒന്ന് എടുത്ത് പറഞ്ഞാൽ 2 തിമോത്തി 1:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തി 1:15. ഏഷ്യയിലുള്ളവരെല്ലാം എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്കറിയാമല്ലോ. ഫിഗലോസും ഫെർമോഗനസും അവരിൽ ഉൾപ്പെടുന്നു. ഉണ്ടോ? അപ്പം ഏഷ്യയിലുള്ള ശിഷ്യന്മാർ പൗലോസിനെ ഉപേക്ഷിച്ച കാര്യമാണ്. അതായത് ഇനി 2 കൊരിന്ത്യർ 1:8 വായിച്ചേ. സഹോദരങ്ങളെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.